ഹലോ ഗൈസ്, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ 2 കൊല്ലം 1 കൊല്ലം മുമ്പാണ് ഈ ചെക്കൻ്റെ വീഡിയോ എന്നാണ് കാണാൻ, പിന്നെ എങ്ങനെയാണ് ഇത്ര സമയം കിട്ടുന്നത് നിങ്ങൾ വിചാരിക്കും. പക്ഷേ അങ്ങനല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ നിന്ന് വരും, എല്ലാവരും ചെയ്യണ പോലെ ഭക്ഷണം കഴിച്ചും കൂടിയും അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഗെയിം പ്ലേ കഴിഞ്ഞാൽ പിന്നെ നേരെ ഫുള്ള് പഠിപ്പാണ്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഗെയിമിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിനാണ്. മൈൻക്രാഫ്റ്റ് ചില ആൾക്കാരൊക്കെ അറിയുന്നുണ്ടാവും. ഞാൻ ഇത് മൈൻക്രാഫ്റ്റ് ഈ സംഭവത്തിൽ കളിക്കുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ അതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, മൈൻക്രാഫ്റ്റിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ ഈ ചാനലിൽ ഇടണത്. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡിലാണ് ഞാനിപ്പോൾ. ഞാനിപ്പോൾ 4 ചാപ്റ്ററായിട്ട് ഞാൻ ഈ ഒരു സംഭവത്തിന് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ പണി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മളൊരു അയൺ ആർമർ, കോബിൾ സ്റ്റോണിൻ്റെ ഒരു വീട്, പിന്നെ ഒരു ഫുഡിൻ്റെ ഒരു ബ്രെഡിൻ്റെ ഒരു വീറ്റ് ഫ്രം, അതാണ് നമ്മുടെ പ്രിപ്പറേഷൻ 1-ൽ നമ്മൾ ചെയ്യണം. പ്രിപ്പറേഷൻ 2-ലാണെങ്കിൽ നമ്മളൊരു വുഡ്ലൻഡ് മാൻഷൻ കണ്ടുപിടിച്ചിട്ട് അത് നമ്മുടെ ബേസ് ആക്കും. പിന്നെ നമ്മളൊരു എൻചാൻറ്റിൻ്റെ ഒരു സ്ഥലം കണ്ടുപിടിക്കും. പിന്നെ നമ്മളാണെങ്കിൽ ഈ ഒരു എൻഡിക്ക് പോകുമ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ട അടുത്ത പ്ലാനിങ് വെച്ചാൽ എൻഡിൽ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തെടുക്കണ്ടല്ലോ, അതൊക്കെ ചെയ്ത് അത് ചെയ്യും. അതുകൊണ്ട് അതിന് തന്നെ നമ്മൾ ഡയമണ്ടിൻ്റെ ആർമർ ഉണ്ടാക്കും. അതാണ് അതിൻ്റെ മെയിൻ കാര്യം. ഇതതിൽ പ്ലാൻ ചെയ്തിട്ട് 3-ാമത്തേലെ എൻഡ് ഗെയിം, അതിൽ നമ്മൾ ഈ ഒരു എൻഡ് ഗെയിം അല്ല, അതിൽ മറ്റേ ഒരു ഡയമണ്ടിൻ്റെ ആർമർ ഉണ്ടാക്കണ ആ ഒരു സംഭവത്തിൽ തന്നെ നമ്മൾ ഈ ഒരു എൻട്രപ്പുകളും പിന്നെ എൻട്രയും ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ബ്ലേസ് റോഡൊക്കെ കണ്ടുപിടിച്ചിട്ട് എൻട്രൈ ആക്കിയിട്ട് നമ്മൾ ഈ ഒരു സ്ട്രോങ് ഹോൾഡ് കണ്ടുപിടിച്ചു. അതാണ് അതിൽ. പിന്നെ ഫൈറ്റിലാണെങ്കിൽ ആദ്യത്തെ നമ്മൾ ഒരു പില്ലർ ഉണ്ടാക്കും. നമ്മൾ ഡേർട്ട് കൊണ്ട് എന്തെങ്കിലും ഒരു പില്ലർ ഉണ്ടാക്കും. പിന്നെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഒരു ആരോ കൊണ്ട് നമ്മൾ അമ്പ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് അങ്ങനെ അത് 3 ഒരു 10 എണ്ണത്തിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് വരും. എന്നിട്ട് നമ്മൾ റിയൽ എൻഡിക്ക് പോയിട്ട് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ റീസ്പോൺസ് ഇട്ടായിട്ട് വരാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ നേരെ ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ ഓവർ വേൾഡിലേക്ക് വന്നിട്ട് 3-ാമത്തെ ചാപ്റ്റർ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നെതറൈറ്റിൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ അത് കണ്ടുപിടിക്കും. നെതറൈറ്റിൻ്റെ ആർമർ കണ്ടുപിടിക്കും. ഏൻഷ്യൻ്റ് ഇവർ കണ്ടുപിടിച്ചിട്ട് അതൊക്കെ അങ്ങനെയാകും, നെതറൈറ്റിൻ്റെ ആർമറൊക്കെ ഉണ്ടാക്കും. പിന്നെ 2-ാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വില്ലേജറിനെ, ഒരു ഫോട്ടോഗ്രാഫി പണിയുള്ള വില്ലേജറിനെ നമ്മളാക്കിയിട്ട് ഒരു വുഡ്ലൻഡ് മാൻഷൻ്റെ ഇത് കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ നേരെ പോയി വുഡ്ലൻഡ് മാൻഷൻ എല്ലാവരും കൊണ്ട് അത് നമ്മളെ ബേസാക്കും. നമ്മുടെ കോബിൾ സ്റ്റോണിൻ്റെ ബേസ് ഉണ്ടല്ലോ അത് നശിപ്പിച്ചിട്ട് നമ്മൾ ആ ഒരു ബേസിലുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു വുഡ്ലൻഡ് മാൻഷൻ കൊണ്ട് വയ്ക്കും. അതാണ് നമ്മുടെ ഈ ഒരു 2-3 എപ്പിസോഡൊക്കെ ഉണ്ടാവും. അതാണ് നമ്മുടെ ഇതിൽ കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മൈൻക്രാഫ്റ്റിലെ വെച്ച് ഇത് കാണാം. നമ്മുടെ ഗെയിം ഓൺ കൊടുക്കാൻ. ഹായ്, നമ്മളൊരു പൂവുള്ള ബയോമിലാണ് നമ്മളിപ്പോൾ തന്നെ എത്തിക്കുന്നത്. ഹായ്, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പൂ പറിച്ചാലോ? ഫുഡ് കളക്ട് ചെയ്യണതിന് മുമ്പ് കുറച്ച് പൂവൊക്കെ പറിച്ചിട്ട് പോവാം. ഓക്കെ, നമ്മളിപ്പോൾ എന്താണെങ്കിലും പൂന്ന് മറക്കണില്ല, ഇത് ഗെയിമാണ്. എന്താണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണം. ആദ്യം തന്നെ നമുക്കൊരു കുറച്ച് പൂ നമ്മൾ പറിച്ചിട്ട് എന്നാൽ നമുക്ക് വുഡ് വേണം, എന്നാളെ കളി കളിക്കാൻ പറ്റൂ. പിന്നെ നമ്മൾ കളിക്കാനല്ല വന്നേക്കാണ്. അപ്പോൾ നമ്മൾ വുഡ് ആക്കിയത് കൊണ്ട് ചെയ്യണം. ക്രാഫ്റ്റിൻ്റെ ടേബിൾ പിക്കാക്സ് കയറി സ്റ്റോൺ ഫ്രൂട്ട്സ് കേൾക്കണം. അയ്യേ, ഇപ്പോൾ നമ്മുടെ സീരീസിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെയാണ് നമ്മളിത് ചെയ്യാൻ പോകണം. ചില ആനിമലിനെ കിട്ടിങ്ങ് കൊല്ലായിരുന്നു. പക്ഷേ നമ്മുടെ സാഡ്നസ്
നമുക്ക് പറ്റില്ല. ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്, കുറച്ച് സ്റ്റിക്ക്, പിന്നെ കുറച്ചും കൂടി ഏറ്റവും വൈഡ് നമുക്ക് ആക്സ്, പിക്കാക്സ്, ആക്സ് കൊണ്ട് ഇത് മൈൻ ചെയ്യാം. കുറച്ചോ ഈ മരം കണ്ടില്ലേ ഓടിച്ച് നിൽക്കാം. അവിടെ ഇവിടെ കേവുണ്ടോ? നമുക്ക് ഈ കേച്ചിട്ട് പോകണ്ടോ? നമുക്ക് ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ വീട്ടിൽ തുടങ്ങണം. അതിൻ്റെ മുമ്പ് ഞാൻ ഈ സാധനം ഒന്ന് മോഡ് കൊണ്ടുപോയിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ ഈ കേവ് ചെയ്യണ്ട. ഇവിടെ ഒരു ഇതൊക്കെ ഫുഡത്തെ കൊണ്ടുവച്ചാലോ എടുക്കാന്നേ. നമുക്കിപ്പോ നേരെ തന്നെ ഈ ഒരു ഇതൊക്കെ മൈൻ ചെയ്തിട്ട് അവിടെ ഡ്രിപ്പ് സ്റ്റോൺ ഒക്കെ ഉണ്ട്. എൻ്റെ പോന്നെ ആദ്യം തന്നെ ഒരു കേവിന അവിടെയാണ് കൊണ്ടുവച്ചാണ്. ഇവിടെ സുധി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുള്ള ലെറ്റ്സ് പ്ലേ വിത്ത് സുധി എന്ന് പറഞ്ഞൊരു അങ്ങനെ പറയുന്ന ഒരാളുണ്ടല്ലോ. ആളുടെ ഇത് കണ്ടിട്ടാണ് ഞാൻ ഇതായത്. ഈ ഒരു മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ മുടി എൻ്റെ വയസ്സിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ തന്നെ ഈ ഒരു കേവിക്ക് പോകണം. പോകണം മാത്രമാണ്, വേറെ ഒന്നുമില്ല. അയ്യോ ഡീപ്പ് കേവ്. അവസാനം മറ്റേ ഗുണാക്കേവ് അവൻ്റെ ഗുണാക്കേവ്. അവൻ തന്നെ ഇത് വേണം, സ്റ്റിക്ക് വേണ്ട. സ്റ്റിക്കിനാണ് നമുക്ക് ഉള്ളതിൽ വേണ്ട. ഫർണസ് ഇവിടെ വയ്ക്കുക. നമുക്ക് നേരെ നമ്മുടെ ടൂൾസിനോട് ഈ ടൂൾസ് നോക്കണം. അല്ലെങ്കിൽ കുറച്ച് പണി, കുറച്ചല്ല നല്ല പണി തന്നെ. നമുക്കിത് എൻജാൻമെൻറ്റ് ചെയ്യാറില്ല. എൻജാൻമെൻറ്റ് അവൻ്റെ ആണോ കിട്ടിയപ്പോൾ ന്യൂ റെസിപ്പി അൺലോക്ക്ഡ്. ഞാൻ വാങ്ങാം. കോപ്പറും കളക്ട് ചെയ്യാൻ പറ്റേ ഇടിവിട്ട് നമ്മുടെ നെറ്റ് ഇടിക്കാണ്ടിരിക്കാനേ. ഇവിടെ ഞാൻ പൂളുണ്ടായില്ല കുറച്ചാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഇന്നത്തെ റെക്കോർഡ് നിങ്ങൾ ആദ്യത്തെ വീഡിയോയിലെ റെക്കോർഡ് കാണണമെന്നൊന്നും എനിക്കറിയില്ല. എന്നാണ് നിങ്ങൾ ചെയ്തത് ഒരു 1K അല്ലെങ്കിൽ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ഇതൊന്നും ആക്കി തന്നെങ്കിൽ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ 500 1000 നിങ്ങൾ അടിക്കാൻ എനിക്കൊരു സംശയമൊക്കെ ഉണ്ട്. നിങ്ങൾ അടിക്കും അല്ലേ? എന്നാലിപ്പോൾ ഒരു 500 ഇതടിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്തതിൽ നമ്മളൊരു കേവ് തന്നെ ഒരുപാട് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾ വെള്ളത്തിലാണ് പറഞ്ഞത്. നമുക്ക് ആ ഒരു ഡ്രിപ്പ് സ്റ്റോൺ എടുക്കട്ടെ. നല്ല അങ്ങോട്ട് പെട്ടെന്ന് അല്ലെങ്കിൽ സ്റ്റോൺ എനിക്കിഷ്ടമായി. ഡ്രിപ്പ് സ്റ്റോൺ ഇപ്പോൾ നമ്മുടെ സ്റ്റോൺ ഞാൻ ഇതുവരെ ഇത്രയും കാലം ഈ മൈൻക്രാഫ്റ്റ് കളിച്ചിട്ട് പോലും നോക്കി ഒരു വെള്ളം കണ്ട ഒരു ഡാം പോലെ തൽക്കാലം ഇതിൽ ഡാം ആവണ്ട. ഡാം പൊട്ടിയേ മുല്ലപ്പെരിയാർ പൊട്ടിയേ. അയ്യോ എനിക്കിഷ്ടമില്ല. മുല്ലപ്പെരിയാർ അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്തെങ്കിലും ആവട്ടെ. നമുക്ക് ഈ ഒരു സ്ഥലം കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ട്. ഭയങ്കര ഇരുട്ടാണല്ലോ ഭർത്താവേ. ഞാൻ ഫുഡിലിട്ടേക്ക് നമുക്ക് നമ്മുടെ ഫർണസ് എത്ര ദൂരെയാണ്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോയിട്ട് നമുക്കിത് ബെഡ് റോക്ക് അഡീഷൻ ആണെന്ന് ചെക്ക് ചെയ്താലേ. ബെഡ് റോക്ക് അഡീഷൻ
എടാ ഞാൻ ഇത്രയും കാലം കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ബെഡ് റോക്ക് അഡീഷനായിരുന്നു, ഞാൻ പോലും അറിഞ്ഞില്ല. ഇറങ്ങി പോടെ സ്റ്റോണേ. നിങ്ങൾക്കിത് മിക്കവാറും ബോറായിട്ട് തോന്നുന്നുണ്ടാവും. ഇത് ഞാനിങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. ചേട്ടാ ഞാൻ എന്ത് മണ്ണാണ്, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും അല്ലേ? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ഇതിൽ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഫ്രീ അല്ലേ ഇത്, അല്ലാണ്ട് മൈൻക്രാഫ്റ്റ് മേടിക്കണ പോലും ഒന്നല്ലല്ലോ, ഫ്രീ അല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആണെങ്കിലുണ്ടല്ലോ ഡീപ്പടയ്ക്ക്. അയ്യോ ഇവിടെ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ ട്രിപ്പാണ് കുട്ടിക്കാരാണ്. ഇവിടെ വീട്ടിലുണ്ട്. നല്ലതല്ല. നമുക്കിപ്പോൾ വേഗം വിട്ടിട്ടെ. നമ്മളിപ്പോൾ എന്തിനാ വന്നേ? മൈൻ ചെയ്യാനല്ലേ, വേറെ ഒന്നും അല്ലല്ലോ. നമുക്ക് ഈ സ്ഥലത്തിനൊക്കെ ഒന്ന് ലൈറ്റപ്പ് ചെയ്യാം. ഈ ഓപ്പണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇവിടെ എന്നും വരും. അവിടെ അയാളൊന്നും ഇത് അതിലാവ. ഇവിടെ വേറെ ഡാമൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. നമ്മൾ തപ്പി വന്ന അയാൾ മാത്രം നമ്മളാണ്. ഇവിടെ അയാൾ അവിടെ ഇവിടെ ഒരു അയാൾ പോലും ഇല്ലാത്ത കേവാ. This is the useless cave I screamed before. കുറച്ച് കോള് കിട്ടി. സാധാരണ ഇങ്ങനത്തെ കേവിലൊക്കെയാണല്ലോ കിട്ടണം. കുറച്ചും കൂടി ഡീപ്പിലേക്ക് പോയി നോക്കാം. ഇടയ്ക്ക് കായടില്ലേ ഇവിടെ? ചേടാ ഓപ്പണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇവിടെ എങ്ങനെ വരും? ഇവിടെ അയാളൊന്നും ഇത് അതിലാവ. ഇവിടെ വേറെ ഡാമൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. നമ്മൾ തപ്പി വന്ന അയാൾ മാത്രം നമ്മളാണ്. ഇവിടെ അയാൾ അവിടെ ഇവിടെ ഒരു അയാൾ പോലും ഇല്ലാത്ത കേവാ. This is the useless cave I screamed before. കുറച്ച് കോള് കിട്ടി. സാധാരണ ഇങ്ങനത്തെ കേവിലൊക്കെയാണല്ലോ കിട്ടണം. കുറച്ചും കൂടി ഡീപ്പിലേക്ക് പോയി നോക്കാം. ഇടയ്ക്ക് കായടില്ലേ ഇവിടെ? ചേടാ വന്നപ്പോണ്ട് എന്നാ മൂടും പോയി. ഈ മൂടും പോയി, ഒരുപാട് ടോർച്ചും പോയി. ആൾക്കാരൊക്കെ എന്തിട്ടാ പറയണല്ലോ. അപ്പോൾ അവിടേക്ക് ഈ ഒരു ടോർച്ച് ഞങ്ങൾ എടുത്തിട്ട് യാത്ര കേട്ടോ ഇത്രയും പെട്ടെന്ന്. നമ്മുടെ ഗോളൊക്കെ ചെയ്യണല്ലേ. അപ്പോൾ നമ്മളൊക്കെ ഒരു ഉപകാരം ഉണ്ടായില്ല. ഒരു ഉപകാരം ഉണ്ടായില്ലാന്ന് കഴിഞ്ഞാൽ ഒരു ഉപകാരം ഉണ്ടായില്ല. വൃത്തികെട്ട
എന്താണ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇതൊക്കെ മോശമല്ലേ, മോശം. ഇതൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട. വേഗം തമ്മ ഈ സ്ഥലം വിട്ടു ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ബ്രെയിൻ ഇവിടെ നിന്ന് പറയുന്നത്. അല്ല ബെഡ്റോക്ക് കഷ്ടമല്ലേ ചേട്ടാ. ഞാൻ ബെഡ്റോക്ക് കഷ്ടമല്ല ആയത്. പിന്നെ മനസ്സിലായി ഈ ജീവികളൊക്കെ ദൂരത്തുനിന്ന് നമ്മളെ ഇത് ചെയ്യുന്നു. ഇതിൻ്റെ ഒക്കെ സ്പീഡ് കാണാം. ബ്ലേസിൻ്റെ ഒക്കെ അല്ല ഗാസിൻ്റെ ഒക്കെ ഇത് തീയുടെ തന്നെ സ്പീഡ് കാണണം. എനിക്കിഷ്ടമല്ല ഈ സ്ഥലം. എന്താടാ ഫോക്സ്, ഞാൻ ഇപ്പം നിന്നെ കൊല്ലും. ഇപ്പം തന്നെ ഞാൻ നിന്നെ കൊല്ലും. ഇപ്പം തന്നെ എനിക്ക് ഞാൻ കൊല്ലിനോടാ. ഫോക്സ് 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 ഓടിച്ചു പോയില്ലടാ. കൊല്ലാ അവിടെ പോയി. ഇത് നല്ലൊരു രീതിയിൽ വന്നത് നിങ്ങളോട് സ്നോ വീസറുണ്ടല്ലോ. ഇല്ല നോക്കണമല്ലോ നമുക്ക്. ഇല്ല നോക്കണമല്ലോ നമുക്ക്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ എപ്പിസോഡ് ഇടാമെന്നാണ് എൻ്റെ ബ്രെയിന് പറയുന്നത്. നമുക്ക് നാളെ തന്നെ ഇടാം. എന്താ പ്രശ്നം, നമുക്ക് നാളെ തന്നെ ഇട്ടുകൂടെ അല്ലേ? അതിന് നമ്മുടെ അടുത്ത എപ്പിസോഡ് നാളെ ആയിരിക്കും വരിക. എനിക്ക് എല്ലാം കൂടിയിട്ട് വരണത്തില്ല. ഭയങ്കര കഷ്ടമാണ്. ഓക്കെ, അപ്പം നമുക്ക് ബൈ.